ഹായ് ഫ്രണ്ട്സ്, ഞാൻ സബിത മധു. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു പൈനാപ്പിൾ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിന്ന് പൈനാപ്പിൾ പായസം ഉണ്ടാക്കാം. പൈനാപ്പിൾ പായസം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം എന്തൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണെന്ന്. അപ്പോൾ ഈ ഒരു പൈനാപ്പിളിൻ്റെ പകുതിയാണ് ഞാനിത് പായസം ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. പൈനാപ്പിൾ പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ചവ്വരി എടുത്തിട്ടുണ്ട്. ഈ അളവിൽ ശർക്കരയും എടുത്തു വച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പൈനാപ്പിൾ പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഒരു പൈനാപ്പിളിൻ്റെ പകുതി എടുത്തിട്ട് ഞാനത് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പായസത്തിന് വേണ്ടി ഇതുപോലെ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഇതുപോലെ കുഞ്ഞായിട്ട് വേണം പായസത്തിന് അരിഞ്ഞെടുക്കാനായിട്ട്. പിന്നെ കുറച്ച് പൈനാപ്പിൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് അരച്ച് പേസ്റ്റാക്കി ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പൈനാപ്പിൾ പായസം ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പാലാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു ബൗളിൽ തേങ്ങാപ്പാലും മറ്റേ ബൗളിൽ കൗ മിൽക്കുമാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. 2 സൈസ് പാലെടുത്തിട്ടുണ്ട്, കൗ മിൽക്കും കോക്കനട്ട് മിൽക്കും. പായസം ഉണ്ടാക്കുന്നതിനായിട്ടുള്ള കടായി ഞാൻ അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തു. നെയ്യ് നല്ലതുപോലെ മെൽറ്റായി വരുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിരുന്ന പൈനാപ്പിൾ അതിലേക്ക് ചേർത്ത് കൊടുത്തു. പൈനാപ്പിൾ നെയ്യിൽ നല്ലതുപോലെ കുറച്ച് നേരം വഴട്ടിയെടുക്കണം. അതിനുശേഷം അതിലേക്ക് ആദ്യമായിട്ട് കൗ മിൽക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കൗ മിൽക്ക് ഒഴിച്ച് കുറച്ച് നേരം പൈനാപ്പിൾ അതിൽ വേവിക്കണം. അതിനുശേഷം കാച്ചി വെച്ചിരുന്ന ചവ്വരി, പൈനാപ്പിളിൽ പാല് മിക്സ് ചെയ്ത് അതിലോട്ട് ചവ്വരിയും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം കൗ മിൽക്കിൽ ആദ്യം പകുതിയാണ് ചേർത്തത്, ബാക്കി ഇരുന്ന പകുതിയും കൂടെ വീണ്ടും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം അരച്ച് വെച്ചിരുന്ന പൈനാപ്പിൾ ഞാൻ പറഞ്ഞിരുന്നില്ല പേസ്റ്റ് ആക്കുമെന്ന്, അത് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം കാച്ചി വെച്ചിരുന്ന ശർക്കര അതിലോട്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ ഇളക്കണം. കുറച്ച് നേരം അത് ഇളക്കി കൊടുക്കണം. ശർക്കര വെള്ളത്തിൽ കുറച്ച് നേരം വെന്ത ശേഷം ലാസ്റ്റ് തേങ്ങാപ്പാൽ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കുറച്ച് നേരം നല്ലതുപോലെ വേവിക്കണം. അതിനുശേഷം 1 സ്പൂൺ പഞ്ചസാര അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നമ്മുടെ പായസത്തിന് ആവശ്യമായ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ അളവിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും പായസത്തിൽ ചേർത്ത് കൊടുക്കണം. ഇത് നമുക്ക് നെയ്യിൽ ഫ്രൈ ആക്കി ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയെല്ലാം നെയ്യിൽ ഫ്രൈ ആക്കി ഞാൻ പായസത്തിലോട്ട് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഒരു 6-7 ഏലക്ക ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പായസത്തിൽ പൊടിച്ച് ചേർത്ത് കൊടുക്കാനായിട്ട്. ഏലക്കയും നല്ലതുപോലെ പൊടിച്ച് അതിലോട്ട് ചേർത്ത് കൊടുത്ത് എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നമ്മുടെ പൈനാപ്പിൾ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ പൈനാപ്പിൾ പായസം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരേക്കും ബൈ.